ഈ ബന്ദികളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അബുൽ ആസും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മോചനത്തിനു വേണ്ടി സൈനബ് റളിയല്ലാഹു അൻഹ മോചനദ്രവ്യം ഒരു ദൂതന്റെ കയ്യിൽ കൊടുത്തുവിടുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരു മാലയും ഉണ്ടായിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാലയായിരുന്നു. മകളുടെ വിവാഹവേളയിൽ അവർ മകൾക്ക് സമ്മാനമായി നൽകിയ മാലയായിരുന്നു അത്. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി. സൈനബിന് അവകാശപ്പെട്ട ആ തടവുകാരനെ വിട്ടയക്കാനും അവൾ കൊടുത്തയച്ച ധനം തിരികെ കൊടുക്കാനും നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടായി പറയുകയാണ്. അതിനെ തുടർന്ന് അബുൽ ആസിനെ വിട്ടയക്കാൻ തീരുമാനിക്കുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹബന്ധം മോചിപ്പിക്കാം എന്നുള്ള ഉറപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ ആസിനെ മക്കയിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയാണ്. കാരണം ദമ്പതികളിലൊരാൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കെ ആ ബന്ധത്തിന് സാധുതയുണ്ടായിരുന്നില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെയും മക്കയിലേക്ക് അയച്ച് സൈനബ് റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് തന്നെ വരുത്തുകയുണ്ടായി. കുറച്ചു നാളുകൾക്ക് ശേഷം അബുൽ ആസ് ഖുറൈശികളുടെ ധനവുമായി ഷാമിലേക്ക് കച്ചവടയാത്ര പുറപ്പെട്ടു. എന്നാൽ മദീനയുടെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു സൈന്യം ആ ധനം പിടിച്ചെടുത്തു. അബുൽ ആസ് സൈനബ് റളിയല്ലാഹു അൻഹയെ സമീപിച്ചിട്ട് സഹായം അഭ്യർത്ഥിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഇടപെടൽ മൂലം അബുൽ ആസിന് സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടി. അദ്ദേഹം മക്കയിൽ തിരിച്ചെത്തി ധനം മുഴുവൻ അതിന്റെ അവകാശികളെ ഏൽപ്പിച്ചു. അതിനുശേഷം ചോദിക്കുകയാണ്, ഖുറൈശികളെ, നിങ്ങളിൽ ആരുടെയെങ്കിലും ധനം ഇനി എന്റെ പക്കൽ അവശേഷിച്ചിട്ടുണ്ടോ? ഇല്ല, താങ്കൾ സത്യസന്ധനും മാന്യനുമാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അബുൽ ആസ് പ്രഖ്യാപിക്കുകയാണ്, ഇബാദത്തിനർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരിലാഹുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ഇതുവരെ എൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കാതിരുന്നത് നിങ്ങളുടെ പണവും തട്ടി കടന്നുകളഞ്ഞു എന്ന് നിങ്ങൾ ധരിച്ചേക്കുമോ എന്ന ഭയം മൂലമാണ്. നിങ്ങളുടെ ധനമെല്ലാം തിരിച്ചു നൽകാൻ അള്ളാഹു എന്നെ സഹായിച്ചു. എല്ലാ ബാധ്യതയിൽ നിന്നും മുക്തനായപ്പോൾ ഞാൻ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. അങ്ങനെ അബുൽ ആസ് മദീനയിലേക്ക് തന്നെ മടങ്ങിയെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ അദ്ദേഹത്തിന് തന്നെ നൽകുകയും ചെയ്തു.